ഹായ് എവരി വൺ. അപ്പം ഞാനും പിള്ളേരും മാത്രമുള്ളൊരു വീക്കെൻഡാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് തിളപ്പിച്ച നാടൻ ചായയും ഒക്കെ കഴിച്ചിട്ട് അടുത്തത് മീൽ പ്രപ്പിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ലെഗ് ഓഫ് ലാമ്പാണ്. ലാമ്പുമായിട്ട് നല്ല രീതിയിൽ മൽപ്പിടുത്തം നടത്തി ഒരു വിധത്തിൽ അരിഞ്ഞ കഷ്ണങ്ങളാക്കി ഞാൻ ആദ്യമായിട്ട് ലാമ്പ് കറി വെക്കാൻ പോവാണ്. കുറച്ചേറെ ചുവന്നുള്ളി, മീഡിയം സൈസ് 3 സവോളയും നന്നായിട്ട് അരിഞ്ഞത്, ഒരു തള്ളവിരലിന്റെ വലുപ്പത്തിൽ ഇഞ്ചി, ഒരു അരക്കോടം വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചതച്ചത്, പിന്നെ തക്കാളിക്ക, ആവശ്യത്തിന് പച്ചമുളക്, പെരിഞ്ചീരകം ഇട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി അതിനുശേഷം ആ പറഞ്ഞിരിക്കുന്ന പ്രകാരം പൊടികൾ ഇട്ട് 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ചതച്ചതും വീട്ടിൽ പൊടിച്ച ഗരം മസാല 1 ടീസ്പൂണും ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു ലേശം വെള്ളം ഒഴിച്ച് തക്കാളിക്കായും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം കുരുമുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് ഇളക്കി മൂടിയോടെ വെക്കുക. അങ്ങനെ അതവിടെ ചെറിയ തീ കിടന്ന് വെന്തോട്ടെ. കുരുമുളക് ആവശ്യത്തിന് വീണ്ടും ചേർക്കാം, ഉപ്പ് ചേർക്കാൻ മറക്കല്. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മട്ടൻ കറി. ഇതിന്റെ ഇടയിൽ നമ്മുടെ പറമ്പിലുണ്ടായ ചീര കൊണ്ട് അടിപൊളി ചീരത്തോരനും വെച്ച് നമ്മുടെ പറമ്പിലുണ്ടായ തക്കാളിക്കായി പച്ചമുളകും ഒക്കെ ഇട്ട് നല്ല മോരും കാച്ചി നേരെ നമ്മുടെ പറമ്പിൽ പോയി നല്ല അടിപൊളി വാഴയിലയും പറിച്ചോണ്ട് വന്ന് പറയാൻ വിട്ടുപോയി, ബീൻസ് കടയിൽ നിന്ന് വാങ്ങിയതാണ്. ആ ബീൻസ് മുഴുവൻ എനിക്ക് അരിഞ്ഞത് എന്റെ മോളാ കേട്ടോ. പിന്നെ എന്നാ ആ വാഴയിലക്കകത്തോട്ട് ചോറും കറികളും ഒക്കെ വിളമ്പി അടിപൊളി ഒരു ഊണ് കഴിച്ചു.